ഹായ്, എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഏത്തപ്പഴം വെച്ചിട്ടുള്ള പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. ഒരേ ഒരു ഏത്തപ്പഴം വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ പുളിശ്ശേരി തയ്യാറാക്കാൻ പോണത്. സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവം തന്നെയാണ് പുളിശ്ശേരി. ഒരു ഏത്തപ്പഴം വെച്ചിട്ട് നമുക്ക് 6 മുതൽ 8 പേർക്ക് വരെ സെർവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ആൾക്കാർ കഴിക്കുന്നതിനൊക്കെ അനുസരിച്ചുള്ള അതിൻ്റെ അളവിനൊക്കെ വ്യത്യാസങ്ങൾ വരും. ഏകദേശം നമ്മൾ സാധാരണ സദ്യയിൽ വിളമ്പുന്ന ഒരു രീതിക്കനുസരിച്ച് 6 മുതൽ 8 പേർക്ക് വിളമ്പാനായിട്ട് പറ്റും. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഏത്തപ്പഴം ഞാൻ അധികം പഴുത്തതും അല്ല എന്നാൽ പച്ചയല്ലാത്ത സൈസിലുള്ള ഒരൊറ്റ ഏത്തപ്പഴം നമ്മളിത് എടുത്തിട്ടുണ്ട്. അത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അധികം പഴുത്ത പഴമായിരിക്കരുത്, തീരെ പഴുക്കാത്ത പഴമായിരിക്കരുത്. ഒരു പാകത്തിനുള്ള പഴുപ്പുള്ള ഒരു പഴം എടുത്താൽ മതി. ഇനി ഇങ്ങനെ കഷ്ണമായിട്ട് ഇടുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ ഏത്തപ്പഴം നമുക്കൊന്ന് പുഴുങ്ങിയിട്ട് ആവിയിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങുക. ഒരു സ്റ്റീമറിൽ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയ ശേഷം നമുക്കത് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് ഇതുപോലെ ഒരു മൺചട്ടിയിലോ അതിലേക്ക് ഏതാ പാത്രം വെക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു മൺചട്ടിയിലേക്ക് ഇത് ഇതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഏത്തപ്പഴം. പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മളിതിലേക്ക് പച്ചമുളക് ഇടുന്നുണ്ട്, അത് കാരണമാണ് 1/2 സ്പൂൺ മുളക് പൊടി. അപ്പോൾ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഏകദേശം ഒരു 3/4 ഗ്ലാസ്സിനും കുറച്ച് കൂടുതൽ, ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മുങ്ങിക്കിടക്കാനായിട്ടുള്ള ഒരു വെള്ളം കൂടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പുഴുങ്ങിയിട്ട് വേവിച്ച പഴമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിതിലേക്ക് പിന്നെ ആദ്യം കൊണ്ടേ വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഏത്തപ്പഴത്തിൻ്റെ നടുക്കുള്ള അരിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് കേട്ടോ ചെയ്തിരിക്കണം, അല്ലാണ്ട് അതിൻ്റെ നടുക്കുള്ള കറുത്ത ആ ഒരു അരിയൊന്നും ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുറി തേങ്ങ കേട്ടോ, അതായത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തേങ്ങയുടെ ഒരു മുറി കംപ്ലീറ്റ് ആയിട്ടുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതും അതിലേക്ക് ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു 4-5 കുരുമുളകും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും, ചെറിയ ജീരകമാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്കും മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ കൂടുതലായിട്ട് ഇടാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഈ തേങ്ങയുടെ കൂടെ അരയ്ക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ പഴത്തിൻ്റെ കൂടെ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ മഞ്ഞൾപ്പൊടി ഇങ്ങനെ പിരിഞ്ഞ് പോലെ കിടക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ ഈ തേങ്ങയുടെ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ച് കഴിഞ്ഞാൽ അങ്ങനെ മഞ്ഞൾപ്പൊടി ഇങ്ങനെ പിരിഞ്ഞിട്ട് തനിയായിട്ട് വരില്ല, അത് അതിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സായി പൊക്കോളും. അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഈ ഒരു സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അരയ്ക്കണത്. അപ്പോൾ അതും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അധികം ലൂസാവാതെ കുറച്ച് കട്ടിയായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് പാകത്തിനുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിലേക്ക് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പഴം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഴം നമുക്ക് തുറന്ന് നോക്കാം. ഉണ്ടോ, പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. കാരണം ഈ ഒരു പുളിശ്ശേരി എന്ന് പറയുന്നത് അധികം വെള്ളത്തോട് കൂടിയല്ല, കുറച്ച് കുറുകിയിട്ടാണ് ഇരിക്കുക, ഒരുപാട് ലൂസായിട്ട് വെള്ളത്തോട് കൂടിയിട്ടല്ല ഉണ്ടാവുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി വെള്ളം വറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങയൊക്കെ ഇട്ട ശേഷം നമുക്ക് നന്നായി വറ്റിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് തേങ്ങ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. ഒരു വന്നിട്ട് ഒരു 2 മിനിറ്റോളം നന്നായി തിളപ്പിച്ചെടുക്കുക കേട്ടോ. തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളമൊക്കെ കൂടുതലുള്ളവർക്ക് ഈ തേങ്ങയുടെ കൂടെ തന്നെ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങ ഇട്ട ശേഷം ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്തപ്പോൾ അത് കട്ടായി പോയതാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1 കപ്പ് തൈരാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൽ അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തൈരിൻ്റെ പുളിക്കനുസരിച്ച് നിങ്ങളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് എത്രയോ വേണ്ടച്ചാൽ അതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ഈ പുളിശ്ശേരി ഉണ്ടാവേണ്ടത്.
തൈര് ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്ത ശേഷം വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ചു അല്ലാന്നുണ്ടെങ്കിൽ കട്ടയും കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പിരിഞ്ഞ പോലെ കിടക്കും. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് മോരായി പോവും. അപ്പോൾ അതുപോലെ ഒന്നും ചെയ്യേണ്ട. ഒന്ന് സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്. ജസ്റ്റ് ഒരു തിള അങ്ങോട്ട് വരണ കാണുമ്പോൾ തന്നെ നമ്മുടെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. പിന്നെ ആ മൺചട്ടിയിൽ ഇരുന്ന് പിന്നെ അത് ചൂടാവും. അപ്പോൾ ഒരു തിള അങ്ങോട്ട് വരണമെന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 5-8 മണി ഉലുവ, കുറച്ച് ഉലുവ കൂടരുത് കേട്ടോ. കൂടിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പരസം വരും. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1-2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പില ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കൊട്ടാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിടുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. സദ്യയിലൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പഴം പുളിശ്ശേരിയുടെ റെസിപ്പി. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പീസായിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ.